ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ 4ാമത്തെ ചലഞ്ചിലേക്ക് സ്വാഗതം. ഈ വെല്ലുവിളിയിൽ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതെന്തും ആകർഷിക്കാൻ നമ്മുടെ ചിന്തകളുടെയും വികാരങ്ങളുടെയും ശക്തി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ ലക്ഷ്യത്തിനായുള്ള സ്ഥിരീകരണങ്ങൾ എങ്ങനെ ആവർത്തിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചു. നമ്മുടെ ഉപബോധ മനസ്സ് പുനർക്രമീകരിക്കാനും നമ്മുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കാനും അവ എങ്ങനെ സഹായിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കി. ഇന്ന് നമുക്കുള്ള എല്ലാത്തിനും, നമുക്ക് ലഭിക്കുന്ന എല്ലാത്തിനും നന്ദി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്കും സമ്മാനങ്ങൾക്കുമുള്ള അഭിനന്ദനത്തിൻ്റെയും നന്ദിയുടെയും വികാരമാണ് കൃതജ്ഞത. കൃതജ്ഞത നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനും കൂടുതൽ സമൃദ്ധി ആകർഷിക്കാനും നമ്മെ സഹായിക്കുന്നു. കാരണം അത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നു. ആകർഷണ നിയമത്തിൻ്റെ ഏറ്റവും ലളിതവും ശക്തവുമായ ഒരു ടെക്നിക്കാണ് നന്ദി പറയൽ. അതിനാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ആകർഷിക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകം ഉള്ളതിനെ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും വേണം. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് കൃതജ്ഞത പരിശീലിക്കുക എന്നുള്ളത്. നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ തിരിച്ചറിയുകയും വിലമതിക്കുകയും ചെയ്യുക മാത്രമല്ല, കൂടുതൽ ഉള്ളതായി തോന്നുകയും ചെയ്യുന്നു. കൂടുതൽ ഉള്ളതായി തോന്നുന്ന ഒരു തോന്നൽ സൃഷ്ടിക്കുമ്പോൾ നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങൾ കൂടുതലായി വിന്യസിക്കുന്നു. നിങ്ങളുടെ വൈബ്രേഷൻ കൂടുതൽ വിന്യസിക്കുമ്പോൾ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുന്നതിനും കൂടുതൽ സമൃദ്ധി ആകർഷിക്കുന്നതിനുമുള്ള വളരെ ശക്തമായ ഒരു മാർഗമാണ് നന്ദി. കാരണം അത് നിങ്ങളെ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അവസ്ഥയിലെത്തിക്കുന്നു. അത് നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള ഏറ്റവും ശക്തമായ ഒരു ഇമോഷൻ കൂടിയാണ്. എങ്ങനെയാണ് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടത്? അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു നോട്ട് ബുക്ക് അല്ലെങ്കിൽ ഒരു ജേണലും പേനയും നിങ്ങളുടെ കുറച്ച് മിനിറ്റുകളും മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ട് പാഡിലോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് അവയും നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ നിങ്ങൾക്ക് നന്ദിയുള്ള 10 കാര്യങ്ങളെങ്കിലും എഴുതുകയോ ഉച്ചത്തിൽ പറയുകയോ ചെയ്യുക എന്നതാണ് ഈ ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആരോഗ്യം, കുടുംബം, സുഹൃത്തുക്കൾ, അവസരങ്ങൾ, അനുഭവങ്ങൾ, നേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നന്ദിയുള്ളതുമായ വലുതോ ചെറുതോ ആയ കാര്യങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് എഴുതാം. ഓരോ കാര്യത്തിനും നിങ്ങൾ എന്തിനാണ് നന്ദിയുള്ളതെന്നും അത് നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെടുന്നുവെന്നും നിങ്ങൾ എഴുതുകയോ ഉച്ചത്തിൽ പറയുകയോ ചെയ്യണം. ഉദാഹരണത്തിന്, എൻ്റെ ആരോഗ്യത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം അത് ജീവിതം ആസ്വദിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും എന്നെ അത് അനുവദിക്കുന്നു. എനിക്ക് ഊർജ്ജസ്വലതയും സന്തോഷവും തരുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തോട് നന്ദിയുള്ളവനാണ്. കാരണം അവർ എന്നെ പിന്തുണയ്ക്കുകയും നിരുപാധികമായി എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഞാൻ സ്നേഹിക്കപ്പെടുകയും
പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ നിങ്ങളുടെ ദിവസത്തിലെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്, വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിന്, വാഹനമോടിക്കുമ്പോൾ വാഹനത്തിന്, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറയാൻ ശ്രമിക്കുക. നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങൾ എത്രയധികം എഴുതുകയോ ഉച്ചത്തിൽ പറയുകയോ ചെയ്യുന്നുവോ അത്രയധികം നിങ്ങളുടെ ഹൃദയത്തിൽ കൃതജ്ഞത അനുഭവപ്പെടും. അത്രയധികം നിങ്ങളുടെ വൈബ്രേഷൻ വർദ്ധിക്കുകയും കൂടുതൽ സമൃദ്ധി ആകർഷിക്കുകയും ചെയ്യും. അതിനാൽ ഇന്നു തന്നെ നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോടും പ്രപഞ്ചത്തോടും പറയുക, ഇവയാണ് എനിക്ക് നന്ദിയുള്ളവ. എനിക്ക് ആവശ്യത്തിലധികമുണ്ട്. എനിക്കുള്ളതും എനിക്ക് ലഭിക്കുന്നതുമായ എല്ലാത്തിനെയും ഞാൻ അഭിനന്ദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. നന്ദി, നന്ദി, നന്ദി. അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഞങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷൻ 28 ടെക്നിക് ചലഞ്ചിലെ 4ാമത്തെ ചലഞ്ചും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഞങ്ങൾ 5ാമത്തെ ചലഞ്ചുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ പോസിറ്റീവായിരിക്കുക. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനായി എങ്ങനെ ധ്യാനിക്കാമെന്ന് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും.